നമ്മുടെ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. അതിൽ ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ, അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോണായിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ട് ഡാമുകളിലെ മണൽ മാറ്റും. കാരണം ഡാമുകളിൽ നന്നായി മണലും ചെളിയും അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ കുറച്ച് നിരന്തരമായി പെയ്തു കഴിഞ്ഞാൽ ആ ഡാമുകൾ നിറഞ്ഞു കവിയുന്ന സ്ഥിതി വരും. ഇപ്പോൾ മഴ പെയ്യായിരുന്നത് കൊണ്ടാണ് നമ്മളൊരു 50%, 52% ആയിട്ട് ഡാമിലെ ജലശേഖരം നിൽക്കുന്നത്. അപ്പോൾ ഡാമിലെ ഡീസിൽറ്റ് ചെയ്യും. അതോടൊപ്പം നദികളിൽ 2018 അടിഞ്ഞിരിക്കുന്ന മണ്ണാണ് ഈ പ്രശ്നം. മണ്ണും ചെളിയുമാണ്. മണ്ണും ചെളിയും വേസ്റ്റും ഒക്കെ കെട്ടിക്കിടക്കുകയാണ്. നമുക്ക് പലതരത്തിൽ അത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ മഴ പെയ്താൽ അപ്പോൾ തന്നെ ഫ്ലഡഡ് ആവുകയാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ജലസേചന വകുപ്പും കൂടി ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഴ മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇത് അടുത്ത വർഷം ഇത് വരാൻ വേണ്ടി കാത്തിരിക്കാതെ, നമ്മളിപ്പോൾ റൂം ഫോർ റിവർ എന്നും പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ നദികളിലെ ഈ മണലടിഞ്ഞിരിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യും. അത് നീക്കുമ്പോൾ തന്നെ നമുക്കൊരു 50-60% പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഡാമുകളിലെ മണൽ ഡീസിൽറ്റ് ചെയ്യുമ്പോഴും ഈ പുഴയിലെ മണൽ നീക്കുകയും ചെയ്യുമ്പോഴേക്കും വലിയ വ്യത്യാസം ഉണ്ടാവും. വളരെ പ്രശ്നമാണ്, വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 90ഓളം ഷട്ടറുകൾ തുറന്നിട്ടാണ് കുട്ടനാട് ഇത്രയെങ്കിലും ഉണ്ടായുള്ളൂ എന്ന് പറയാൻ പറ്റുന്നത്. അത് തുറക്കും. വേമ്പനാട് കായലിൽ ഡ്രഡ്ജ് ചെയ്യേണ്ടി വരും. അതുപോലെ പമ്പയിലും വ്യാപകമായിട്ട്, അതാണ് പമ്പയിലെ പ്രശ്നമാണല്ലോ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ വിഷയം ഉണ്ടാകുന്നത്. അത് വളരെ ശ്രദ്ധിക്കും. പിന്നെ ഡാം മാനേജ്മെൻറ്റിന് ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ. ഇപ്പം ഡാം മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ ഡാമിലേക്കുള്ള വെള്ളത്തിൻ്റെ ഇൻഫ്ലോ, അതിൻ്റെ ഔട്ട്ഫ്ലോ, ക്യാച്ച്മെൻ്റ് ഏരിയയിലെ മഴയുടെ അളവ്, ആ മഴ പെയ്യാനുള്ള സാധ്യത, പിന്നെ റിവർ വാലിയിലെ താഴെയുള്ള റിവർ വാലിയിലെ വെള്ളത്തിൻ്റെ നില, അവിടെ മഴ പെയ്യാനുള്ള സാധ്യത, ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഡാം മാനേജ്മെൻറ്റ് ഡാം തുറക്കുന്നത്. അത് ഏറ്റവും ഫലപ്രദമായി അതൊരു AI ഡ്രിവൺ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാം മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി നമ്മൾ ചെയ്യും. അതിൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. കാരണം നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടും അതിനുമ്പോൾ നാസ അനാലിസിസും നമ്മൾ നിയമസഭയിൽ കൊണ്ടുവന്നാണ്. ഇതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയിട്ട്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളം ഒരു വളരെ ശ്രദ്ധിക്കേണ്ട, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അറബിക്കടലും പഴയതുപോലെയല്ല, വലിയ മാറ്റമുണ്ടായി ഓക്കിക്കെല്ലാം ശേഷം. ഇതെല്ലാം കണക്കാക്കിയിട്ടുള്ള ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള, ഏറ്റവും ശാസ്ത്രീയമായും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം, നമ്മുടെ ഒരു സ്വപ്നം, ആഗ്രഹം, അത് ഇന്ത്യക്ക് തന്നെ മോഡലായിട്ടുള്ള ഒരു റെസീലിയൻസ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണമെന്നാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു പോളിസിയും പ്രഖ്യാപിക്കും, അത് നടപ്പിലാക്കുകയും ചെയ്യും. അല്ല, സ്വാഭാവികമായിട്ട് അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഡേൺ ആക്കുവാണ്. ഇപ്പോൾ ഉള്ളത് പോരല്ലോ, നമുക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്ത് കുറേ കൂടെ ബെറ്ററാക്കി ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ച് ചെയ്യുകയാണ്. നല്ലൊരു ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യും. നല്ലൊരു ടീം, ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ അതിന് സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട്. അവർ പല സ്ഥലം, ഇപ്പോൾ ക്ലൈമറ്റ് പ്രഡിക്ഷനിൽ വലിയ നല്ല പ്രിസിഷനുള്ള ആളുകൾ, കൃത്യമുള്ള ആളുകൾ, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ എക്സ്പേർട്ടുകൾ തുടങ്ങിയ സ്ഥലത്ത് പല സംസ്ഥാനങ്ങളും കുറേ അഡ്വാൻസ് ചെയ്തു. ഇപ്പോൾ ഒറീസയൊക്കെ നമുക്ക് ഓർമ്മയില്ല, 78 സൈക്ലോൺ ഉണ്ടായപ്പോൾ 1.5 ലക്ഷം പേര് മരിച്ചെന്നാണ് പറഞ്ഞത്. എത്ര പേര് മരിച്ചെന്നൊരു കണക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു 2-3 കൊല്ലം മുമ്പ് ഒരു സൈക്ലോൺ ഉണ്ടായപ്പോൾ അവരുടെ കാഷ്വാലിറ്റി 2 കുറയ്ക്കാൻ പറ്റി. ഒറീസ പോലുള്ളൊരു പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം പോലും ഇക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയി. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അല്ല ആ കാലത്ത് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ബാക്ക്വേർഡ് സ്റ്റേറ്റുകളിൽ ഒന്നായിരുന്നു അവർ, ഇല്ലേ? അവരവിടെ നിന്ന് ഈ അവരുടെ സിസ്റ്റം, കാരണം എപ്പോഴും ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമായിരുന്നു ഒറീസ. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേക്ക് വായിച്ച് നമുക്കറിയാവുന്ന ഭയങ്കര മാറ്റമാണ്. ഞങ്ങൾ ഒരുപാട് മോഡൽസ് കൂടി
എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലോക്കലൈസ് ചെയ്ത് കേരളത്തിൻ്റെ ടോപ്പോഗ്രഫിയും മറ്റ് കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് ഉള്ള ഏറ്റവും ഒരു ഫലപ്രദമായ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്.